24 വളരെ ആഴത്തിൽ സമഗ്രമായി ഈ വിഷയം ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ സർക്കാരിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി 24-ന്റെ ലൈവത്തോൺ. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ ലൈവത്തോണിൽ നിലപാട് തുറന്നു പറഞ്ഞു. അവസരം നിഷേധിച്ചപ്പോൾ പവർ ഗ്രൂപ്പിന്റെ പവർ അറിഞ്ഞിട്ടുണ്ടെന്ന് നടൻ ജോയ് മാത്യു പ്രതികരിച്ചു. റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ ഇടതു സഹയാത്രികനായ ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി വിമർശിച്ചു. ദിവസങ്ങളായി കേരളം ചോദിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാൻ എന്താണ് സർക്കാരിന് തടസ്സമെന്ന്. ഇടതു സഹയാത്രികനായ സംവിധായകൻ ആഷിഖ് അബു സർക്കാർ നിലപാടിലെ നിരാശ 24 ലൈവത്തോണിൽ തുറന്നു പറഞ്ഞു. ഭരണകൂടം പരാജയമെന്നും പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് മുട്ടാപ്പൊക്ക് ന്യായമെന്നും ആഷിഖ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് കാണാൻ സാധിക്കുന്ന ഒരു പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ ന്യായീകരണങ്ങളായിട്ടാണ്. സ്റ്റേറ്റ് ഇവിടെ തികച്ചും പരാജയപ്പെട്ടു എന്ന് വേണം. അപ്പൊ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ വിശദീകരണമായിട്ട് വേണം ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെ അല്ലെങ്കിൽ എല്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അതറിയാം. സർക്കാരിൽ ബാക്കിയുള്ളത് നേരിയ പ്രതീക്ഷ മാത്രമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. നമ്മുടെ സർക്കാരിനും ആളുകൾക്കും ഒക്കെ ഒരു ആർജവം ഉണ്ടാവേണ്ടത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ചു നാളത്തെ ഒരു മാധ്യമ കോലാഹലങ്ങൾക്ക് അപ്പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫലപ്രദമായ ഒരു ഇടപെടലോ ഒരു നിയമനിർമ്മാണങ്ങളോ നിയമ നടപടികളോ ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞ് ഈ ചുമ്മാ കുറെ തട്ടിക്കൂട്ടുന്ന കുറച്ച് കലാപരിപാടികളല്ലാതെ ഇതിനപ്പുറത്തേക്ക് കാമ്പുള്ള കഴമ്പുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സത്യത്തിൽ ആശങ്കാകുലനായ ഒരാൾ തന്നെയാണ് ഞാൻ. സർക്കാരിനെതിരെ നിശ്ചിത വിമർശനമായിരുന്നു നടൻ ജോയി മാത്യുവിന്റേത്. മൊഴി നൽകിയവർ പരാതി നൽകിയാൽ അവരെ താൻ പിന്തുണയ്ക്കും. നമുക്ക് കേട്ടുകേൾവികൾ മാത്രമേ ഉള്ളൂ, നേരിട്ട് നമുക്ക് വിറ്റ്നസ് ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇടപെടുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിനെ പറഞ്ഞല്ലോ കേസെടുക്കും. തന്റെ ജീവിതം തകർത്തത് സിനിമാക്കാർ തന്നെയെന്ന് ലൈവത്തോണിൽ നടൻ ബാലയും തുറന്നു പറഞ്ഞു. എനിക്ക് സംഭവിച്ചതുപോലെ അത് വേണ്ട, കൈകൂപ്പി പറയാണ്, തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടു. അത് ആണായാലും ശരി പെണ്ണായാലും ശരി ശിക്ഷ കൊടുക്കും. മലയാളത്തിലെ പ്രമുഖ സംവിധായകനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലോടുകൂടിയായിരുന്നു ലൈവത്തോണിന്റെ തുടക്കം. അഞ്ജലി അമീർ, പ്രകാശ് ബാരെ, നടൻ തിലകന്റെ മകൾ സോണിയ തുടങ്ങിയവരും ലൈവത്തോണിൽ പ്രതികരണവുമായി എത്തി. തുടർ നടപടികളിൽ സർക്കാരിലും സിനിമാ സംഘടനകൾക്കുള്ളിലുമുള്ള ആശയക്കുഴപ്പം 3 മണിക്കൂർ ലൈവത്തോണിൽ വിശദമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ന്യൂസ് ഡെസ്ക് 24.